ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ തങ്ങൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും കഴിഞ്ഞ കുറെ നാളുകളായി അവർ ഈ CPM സർക്കാർ, പിണറായി സർക്കാർ എടുത്തിട്ടുള്ള ഹൈന്ദവ വിരുദ്ധ അല്ലെങ്കിൽ അയ്യപ്പ വിരുദ്ധ തീരുമാനങ്ങളെ നിന്നും രക്ഷ നേടുവാനായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇതിന്റെ പ്ലാനുകളും ഇതിന്റെ പരിപാടികളും എല്ലാം വായിക്കുന്നവർക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്ത് നടന്നു വരുന്ന ഈ ശബരിമല കേന്ദ്രീകൃതമായ വലിയ ഒരു സമരം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വലിയ രീതിയിലുള്ള ഒരു വിഷമം, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്യാത്തത്? ഈ സംസ്ഥാന സർക്കാർ തന്നെയല്ലേ നിർബന്ധമായിട്ട് അന്നത്തെ DGP ഹേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തെ ഇത്രയേറെ വലിയ സമരം, ഒരുപക്ഷെ സ്വതന്ത്ര കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു ബഹുജന സമരം, ആ സമരത്തിൽ പങ്കെടുത്ത അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ മതഭ്രാന്തന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഉത്തരവിനെ, ഒരു ഗവൺമെന്റ് ഓർഡറിനെ എത്ര ശക്തമായിട്ടാണ് DGP വരെ പരിഹസിച്ചതും എതിർത്തതും. അപ്പൊ അതിനെ തിരുത്താൻ ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശബരിമലയിലേക്ക് പോകുന്നവർക്ക് പച്ചവെള്ളം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല. അവിടുന്ന് പമ്പയിലേക്ക്, അവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നതിന് 3 ഇരട്ടി തുകയാണല്ലേ നിങ്ങൾ വാങ്ങിക്കുന്നത്. ബസ് പോട്ടെ, ഒരു മര്യാദയ്ക്ക് മൂത്രപ്പുര പോലും ഇല്ലാതെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വലയുകയാണ് ഈ യാത്രയിലെ ഓരോ ഭാഗത്തും. ഇത്തരം സങ്കല്പമുള്ളപ്പോഴാണ് ഇവിടെ 200 ലക്ഷം രൂപയാണ് ഗിഫ്റ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 100 ലക്ഷം രൂപ ഇവന്റ് മാനേജ്മെന്റിന്. ഇവിടെ എന്ത് നടത്തുകയാണ് നിങ്ങൾ? 100 ലക്ഷം രൂപ ഒരാളിങ്ങളിൽ കൊടുക്കുന്നു. 150 ലക്ഷം രൂപ വെൽക്കം ഗിഫ്റ്റിന് വേണ്ടി മാത്രം. സോഷ്യൽ മീഡിയക്ക് എത്ര 150 ലക്ഷം രൂപ. ഇതിന്റെ 10-1 ഉണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിന് ഇത്തവണത്തെ ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് അവിടെ കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് കിടക്കുവാൻ, വിരിവയ്ക്കുവാനായിട്ട് വലിയ വൃത്തിയുള്ള കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന കുടിവെള്ള പദ്ധതി ചെയ്യാമായിരുന്നു. പമ്പയിലെ കുറച്ചും കൂടി ക്ലീനിങ് ഫെസിലിറ്റി ഉണ്ടാക്കാമായിരുന്നു. അവിടെ വെള്ളം കുറച്ചും കൂടി വൃത്തിയാക്കി നൽകാമായിരുന്നു. അവിടെ ആശുപത്രികൾക്ക്, അവിടെ എത്രയോ പേര് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നു, കൃത്യമായിട്ട് മരുന്നില്ല, കൃത്യമായിട്ട് ഡോക്ടർ ഇല്ല. ഇതൊന്നും നടത്താതെ ഇത് തീർച്ചയായിട്ടും അയ്യപ്പന്റെ പേരിൽ കൂടി കൊള്ളയടിക്കുവാൻ ഈ സംസ്ഥാന സർക്കാരിന് ഭരണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് അയ്യപ്പന്റെ പേരിൽ ഇങ്ങനെ കൾച്ചർ ഇവന്റ്, അതുപോലെ തന്നെ മീഡിയ FM റിലീസ് എന്ന് പറഞ്ഞിട്ട് 200 ലക്ഷം രൂപ ഇത് എങ്ങനെ ചെലവാക്കി? ഇത് പൊളിറ്റിക്കൽ ഒരു പ്ലാൻ മാത്രമാണ്. സ്വദേശി ദർശന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ 100 കോടി രൂപ അനുവദിച്ചു. ഈ 2016 100 കോടി അനുവദിച്ചിട്ട് ഇപ്പോഴും 50 കോടി രൂപ പോലും ഈ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയുള്ള പണം ലാപ്സായി പോകാൻ പോകുന്നു. ഇതിനാരാണ് ഉത്തരവാദി?